റഷ്യൻ യുദ്ധഭൂമിയിൽ നിന്നും സുരക്ഷിതനായി സ്വന്തം നാട്ടിലെത്തിയ സന്തോഷം പങ്കുവച്ച് പ്രിൻസ്. ഇന്നലെ രാത്രി 1 മണിയോടുകൂടിയാണ് ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പ്രിൻസ് എത്തിയത്. പ്രിൻസിനെ തിരികെ നാട്ടിലെത്തിക്കാൻ സഹായിച്ച വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരന് നന്ദി അറിയിച്ച് അമ്മ നിർമ്മല. ടിൻഡു ദാസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. റഷ്യയുടെ യുദ്ധമുഖത്ത് നിന്നും സുരക്ഷിതമായി ഇന്ത്യയിലെത്തി അഞ്ചുതെങ്ങിൽ നിന്നും ജോലിക്കായിട്ട് പോയ പ്രിൻസ് ഇപ്പോൾ നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. പ്രിൻസ് ഇന്നലെ രാത്രിയാണ് തിരുവനന്തപുരത്ത് എത്തിയത്. പ്രിൻസിൻ്റെ വീട്ടിൽ നിന്നുമാണ് ചെയ്യുന്നത്. പ്രിൻസ്, എന്താണ് ഇപ്പോൾ സന്തോഷമായില്ലേ? എന്താ സന്തോഷമുണ്ട്. പിന്നെ അവരെ എങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി നോക്കണം. അവർ വന്നാലേ സന്തോഷമാകത്തുള്ളൂ. അപ്പോൾ അവരെത്രയും പെട്ടെന്ന് കൊണ്ടുവരാൻ നോക്കണം. എത്ര ദിവസമാണ് പ്രിൻസിന് ഈ ക്യാമ്പിൽ, ഇത്തരത്തിൽ ഈ പട്ടാള ക്യാമ്പിൽ കഴിയേണ്ടി വന്നത്? ട്രെയിനിങ് നമുക്ക് 23 ദിവസം ട്രെയിനിങ് ആയിരുന്നു. പിന്നെ ഡയറക്റ്റ് ഉക്രയിലോട്ട് കൊണ്ടുപോയി. പിന്നെ വാറിന് കൊണ്ടുപോയി. പിന്നെ പരിക്ക് പറ്റി. ടോട്ടൽ ഒരു 25 ദിവസം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫുള്ള് ഹോസ്പിറ്റലായിരുന്നു. യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടി വന്നിട്ടുണ്ടോ? പള്ളി പരിക്ക് പറ്റിയത്. ഇത് വെടിയേറ്റതാണ്. പിന്നെ കാലിൽ ഡ്രോൺ അറ്റാക്ക്, ബോംബ് പൊട്ടിത്തെറിച്ച് 18 മുറിവുണ്ട്. ഇവിടെ റഷ്യയിൽ ആരെങ്കിലും ഈ ചികിത്സയിലായിരുന്ന സമയത്തോ ഈ അപകടം ഉണ്ടായതിനു ശേഷം ആരെങ്കിലും സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അത് ഒറ്റയ്ക്കാണോ ഇവിടേക്ക് എത്തിപ്പെട്ടത്, മോസ്കോയിലേക്ക് എത്തിപ്പെട്ടത്? ഇല്ല, സഹായിക്കാൻ ഒരാളുണ്ടായിരുന്നു. പേര് പറയുന്നില്ല. സഹായിക്കാൻ ഒരാളുണ്ടായിരുന്നു. ഇന്ത്യ തന്നെ ആളാണ്. അപ്പം മെയിൻ കാരണം ആ ആളാണ്. എന്നെ ഹോസ്പിറ്റലിൽ സംസാരിച്ച്, സാധാരണ ലീവ് കൊടുക്കത്തില്ല, ഹോസ്പിറ്റലിൽ സംസാരിച്ച് 30 ദിവസം ലീവ് വാങ്ങിച്ചു തന്നു. പിന്നെ മോസ്കോയിൽ എത്തിപ്പിച്ച് ആൾ തന്നെ ഫുൾ ചിലവ് നോക്കി. ആൾ തന്നെ ഒരു ചർച്ചിൽ കൊണ്ട് നിർത്തി ഫുഡും ഇതൊക്കെ നോക്കി എംബസി പോകാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു. പിന്നെ എംബസി സഹായിച്ച്, എല്ലാവരും ഇടപെട്ട് എംബസി സഹായിച്ച്. ഈ വിനീതുമായിട്ട് നമ്മുടെ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ സംസാരിച്ചിരുന്നു. പ്രിൻസുമായിട്ട് എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, വീട്ടിൽ നിന്ന് സംസാരിച്ചായിരുന്നു. മുരളീധരൻ സാറോട് സംസാരിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് മക്കളെ നാട്ടിൽ കൊണ്ട് എത്തിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ വേറെ കാര്യം കൂടെ, നമ്മൾ ഇവിടുന്ന് പോയതിന് ശേഷം ഈ ഏജൻറ്റ് പ്രിയനില്ലേ, പുള്ളി എപ്പോഴെങ്കിലും വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഈ ജോലിക്ക് കയറിയോ അല്ലെങ്കിൽ അടുത്ത അപ്ഡേഷൻ എന്താണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വിളിച്ചായിരുന്നോ? ഇല്ല, വിളിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ റഷ്യ പോകുന്നവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി ഫുള്ളും അവിടുത്തെ ഏജൻ്റായിരുന്നു, അലക്സ് എന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം അങ്ങനെ കോൺടാക്ട് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ബാക്കി ഫുൾ അലക്സാണ്. അവിടെ നിന്ന് ക്യാമ്പിൽ എത്തിക്കുന്നത് ഒരു അലക്സാണ്. ഈ പ്രിൻസ് നാട്ടിൽ വരുന്ന ദിവസം വരെ വിനീതുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. നാട്ടിലെത്തിയിട്ട് വിനീതുമായിട്ട് കോൺടാക്ട് ചെയ്തോ? ഉണ്ട്. ഇപ്പോഴും മെസ്സേജ് അയച്ചായിരുന്നു. വന്നിട്ടില്ല. ഓൺലൈനിൽ രാത്രി മെസ്സേജ് അയച്ചായിരുന്നു. അപ്പോൾ അവരുടെ അവസ്ഥയാണ് ഒട്ടും മോശം. എപ്പോഴും എന്ത് സംഭവിക്കും. നിങ്ങൾ എത്ര ദിവസമാണ് ഒരുമിച്ച് നിന്നത്? പ്രിൻസും വിനീതും ടീനും എത്ര ദിവസമാണ് ഒരുമിച്ച് നിന്നത്? ഡേവിഡ് നിങ്ങളുടെ കൂടെ ആയിരുന്നോ? ഡേവിഡ് വേറെയാണ്. അവൻ വേറെ യൂണിറ്റാണ്. ഞാനും വിനീതും ടീനും ട്രെയിനിങ് ക്യാമ്പിൽ ഒരുമിച്ചായിരുന്നു. രണ്ടാമത്തെ ക്യാമ്പിലോട്ട് പോയപ്പോൾ ഒരു 3 ദിവസം ഒരുമിച്ചായിരുന്നു. പിന്നെ അവിടെ നിന്ന് മാറി. പിന്നെ വാറിന് പോയപ്പോഴും ടിനും വേറെയായി, ഞാനും വിനീതും ഒരുമിച്ചായി. പിന്നെ വീണ്ടും ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് ലീവ് തന്നായിരുന്നു. അപ്പോൾ എനിക്ക് ലീവ് വേണമെങ്കിൽ കമാൻഡറിൻ്റെ സൈൻ വേണം. അപ്പോൾ ഞാൻ ഉക്രയിലോട്ട് പോയി വിനീതിനെ കണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ കൂടെ ഞാൻ 10 ദിവസം അവൻ്റെ കൂടെ ആയിരുന്നു. വിനീതിൻ്റെ കയ്യിലൊരു ഫോണുണ്ട്. അത് എങ്ങനെ കിട്ടിയത്? അത് ഇവിടുന്ന് വിനീതിന് സ്വന്തമായിട്ടുള്ളത് ആരും സഹായിച്ചതാണ്? അത് അവിടെ നിന്ന് റഷ്യക്കാർ സഹായിക്കുന്നതാണ്. അവിടെ നിന്ന് സഹായിച്ച പക്ഷേ അവർക്ക് ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല, വിളിക്കാൻ പറ്റത്തില്ല. വിളിച്ചാൽ അവർ സിഗ്നൽ ഇതായി ഡ്രോൺ അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഒരാൾ വിളിച്ചാലും മൊത്തം മരിക്കേണ്ട അവസ്ഥയാണ്. വിനീത്, നമ്മൾ ഉദ്ദേശിക്കുന്നത് വിനീത് ഉക്രൈൻ അതിർത്തിയിലാണെന്ന്. ഉക്രൈൻ റഷ്യ അതിർത്തിയിലാണ്, അങ്ങനെയാണോ? ഉക്രൈനിൽ. വിനീതിപ്പോൾ ഉക്രൈൻ ടീം. വിനീത് ഉക്രൈനിൽ തന്നെ. രണ്ടുപേരും ഉക്രൈനിൽ തന്നെ. ഇല്ല, ഞാനും ഉക്രൈനിൽ നിന്ന് പരിക്ക് പറ്റി റഷ്യയിലോട്ട് പോയതാണ്, റഷ്യൻ ഹോസ്പിറ്റലിലോട്ട്. റഷ്യയിലേക്കെന്ന് പറഞ്ഞിട്ടല്ലേ ഇവിടുന്ന് കൊണ്ടുപോകുന്നത്? റഷ്യയിലേക്ക് ഈ മിലിറ്ററി ജോബ് റഷ്യൻ ആൾക്കാരെ കൊല്ലണയാണല്ലോ. ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണത്, നാട് നശിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ അവർ ഇത്ര സ്ഥലം പിടിച്ചെടുത്തിട്ടുണ്ട്, ഉക്രൈൻ സ്ഥലം. അപ്പോൾ നമ്മൾ ഉക്രൈൻ്റെ അതിർത്തിയിൽ നിൽക്കുകയാണ്. ആൾക്കാരെ
വെടി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും. ടിനു ഒരുപക്ഷെ വിനീതിനോട് സംസാരിക്കാൻ, വിനീതിന് നമ്മൾ മോസ്കോയിലോട്ട് മാറ്റുകയാണെങ്കിൽ ടിനുവിന് കണ്ടെത്താൻ സാധിക്കുമല്ലേ? സാധിക്കും, ഉറപ്പാട് സാധിക്കും. വിനീതിൻ്റെ കാര്യം അവൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വാറിന് കൊണ്ടുപോയിട്ടൊന്നുമില്ല. എൻ്റെ കൂടെ വന്നായിരുന്നു, പിന്നെ അതിനുശേഷം കൊണ്ടുപോയിട്ടൊന്നുമില്ല. എപ്പോഴെങ്കിലും കൊണ്ടുപോകാം. ടിനുവിൻ്റെ കാര്യം ഒന്നും അറിയാൻ പാടില്ലേ. അവൻ ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് മുന്നേ മെസ്സേജ് അയച്ചായിരുന്നു. അത് ആ കമാൻഡർ വിനീത് സംസാരിച്ച് ഇതാക്കിയായിരുന്നു. അപ്പോൾ അങ്ങനെ അവനെ വിളിക്കാൻ സമ്മതിച്ച്. പിന്നെ അതിനുശേഷം മെസ്സേജ് അയച്ചിട്ടില്ലായിരുന്നു. അമ്മ എന്ത് തോന്നുന്നു? വളരെ വളരെ സന്തോഷമായി എൻ്റെ മോനെ ഇവിടെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. അതേപോലെ പിന്നെയും 2 പിള്ളേർ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കണം. താഴ്മയുടെ ഞങ്ങൾ പക്ഷേ മുരളീധരൻ സാറിനും നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ താഴ്മയുടെ അപേക്ഷിക്കുന്നു. എത്രയും പെട്ടെന്ന് നാട്ടിലെ മക്കളെ കൊണ്ട് എത്തിക്കണം എന്നുള്ള പ്രതീക്ഷയായി. വിളിച്ച് പറഞ്ഞായിരുന്നു, ഞങ്ങൾ മോൻ വന്നിട്ട് ഡൽഹിയിലൊന്ന് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ്. അവിടെ നിന്ന് ഇന്നലെ പറഞ്ഞ് രാത്രി ഇത്ര മണിക്കെന്ന് പറഞ്ഞു, എത്രയും പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞു. ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ടാണ് റഷ്യയിലേക്ക് പോയത്. പക്ഷേ വളരെ ദുഷ്കരമായൊരു അന്തരീക്ഷമാണ് വിനീതിനെയും പ്രിൻസിനെയും ടിനുവിനെയൊക്കെ കാത്തിരുന്നത്. ടിനു സുരക്ഷിതമായി എത്തിയിട്ടുണ്ട്. ബാക്കി 2 പേരും എത്തുമെന്ന പ്രതീക്ഷയോടെ. 5 തെങ്ങിൽ നിന്നും ക്യാമറമാൻ രഞ്ജിത്ത് മോഹനോടൊപ്പം ടിൻഡുദാസ്, ജനം, തിരുവനന്തപുരം.